നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടതുകോട്ട എന്ന വിശേഷണമുണ്ടായിരുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു ആലത്തൂർ. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിലൂടെ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തു. ഇത്തവണ എങ്ങനെയും ആലത്തൂർ തിരിച്ചുപിടിക്കാൻ CPM ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായി ഇറക്കിയിരിക്കുകയാണ്. പ്രതീകാത്മക കുഴിമാടം ഒരുക്കിയ പ്രശ്നത്തിൽ SFIയുമായി ഏറ്റുമുട്ടിയ വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് BJP ആലത്തൂരിലെ സർപ്രൈസ് പൊളിച്ചിരിക്കുന്നത്. 2009 20,960 വോട്ടിനും 2014 37,312 വോട്ടുകൾക്കും CPMലെ PK ബിജു വിജയിച്ച ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. എന്നാൽ വിവാദങ്ങൾ നിറഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ PK ബിജുവിനെ ആലത്തൂർ കൈയൊഴിഞ്ഞു. യാതൊരു ആശങ്കകളുമില്ലാതെ ജയിച്ച രമ്യ ഹരിദാസിന് 1,58,968 വോട്ടുകളുമായി മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. 10,19,376 സമ്മതിദായകർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് 53,03,815 വോട്ടുകൾ നേടിയപ്പോൾ സിറ്റിംഗ് MP ആയ PK ബിജു 37,4,847 വോട്ടുകളിൽ ഒതുങ്ങി. NDAക്കായി മത്സരിച്ച BDJSന്റെ TV ബാബു 89,837 വോട്ടും നേടി. BSPക്ക് പുറമെ 2 സ്വതന്ത്രരും മണ്ഡലത്തിൽ മത്സരിക്കാനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ CPM നേതാവും ഇടതുമുന്നണി കൺവീനറുമായ A വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വിധിയെഴുത്തു കൂടിയായിരുന്നു 2019 ആലത്തൂർ ഫലം. 2014 44.34% വോട്ട് ഷെയർ നേടിയിരുന്ന PK ബിജു കഴിഞ്ഞ തവണ 36.8 ചുരുങ്ങിയത് ഇക്കാര്യം അടിവരയിടുന്നു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ രമ്യ ആദ്യം ഓടിയെത്തിയത് പാണക്കാട്ടേക്കാണ്. പാണക്കാട് തങ്ങളെ കണ്ട് പിന്നെ ഓടിയത് PK കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ്. ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് പറയുന്നില്ല എന്നുമായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ A വിജയരാഘവന്റെ വാക്കുകൾ. അന്ന് ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കൈവിട്ട ആലത്തൂർ തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് CPM 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തെ അഭിമുഖീകരിക്കുന്നത്. ഇതിനായി മന്ത്രിസഭയിലെ സൗമ്യമുഖവും പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കുമിടയിൽ നിർണായക സ്വാധീനമുള്ള K രാധാകൃഷ്ണനെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ് CPM. അതേസമയം കഴിഞ്ഞ തവണത്തെ വമ്പിച്ച ജയം ആവർത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസുവാണ് BJP സ്ഥാനാർത്ഥി. വിരമിച്ച വേളയിൽ സരസുവിനെതിരെ ക്യാമ്പസിൽ പ്രതീകാത്മകമായി കുഴിമാടം ഒരുക്കിയത് വൻ വിവാദമായിരുന്നു. അന്ന് SFIക്കെതിരായിരുന്നു ഇതിൽ ആരോപണങ്ങളെല്ലാം.